ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളായ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആദ്യം തിയറി പോർഷൻ എടുക്കാം, എന്നിട്ട് അതിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. മെയിനായിട്ടുള്ളൊരു 3 പ്രോബ്ലമാണ്. ആ 3 പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തിയറിയിലോട്ട് പോകാം. ഓക്കെ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. Fund flow statement is a technical device designed to highlight the changes in the financial position of the business enterprise between two balance sheet dates. അടുത്ത ഒരു ഡെഫിനിഷനാണ്. According to Folke, a statement of sources and application of fund is a technical device designed to analyze the changes in financial condition of a business enterprise between two dates. ഓക്കെ, അപ്പം ഇതിൻ്റെ മീനിങ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് 2 ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടായ ചേഞ്ചസിനെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ എൻഡ് ഡേറ്റ് മുതൽ അടുത്ത ബാലൻസ് ഷീറ്റിൻ്റെ എൻഡ് ഡേറ്റ് വരെ, അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഇയർ എന്ന് വേണമെങ്കിലും പറയാം. ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എൻഡിലേക്ക് വന്നപ്പോൾ എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടായിരിക്കുന്നത്, ആ ചേഞ്ചസ് എന്തെല്ലാം കാരണം കൊണ്ടാണെന്ന് എല്ലാം എടുത്ത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ മുമ്പായിട്ട് നമുക്ക് ആദ്യം എന്താണ് ഫണ്ടെന്നും എന്താണ് ഫ്ലോ ഓഫ് ഫണ്ടെന്നും മനസ്സിലാക്കണം. അതിനുശേഷമാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കൺസെപ്റ്റിലോട്ട് നമുക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഫണ്ടും ഫ്ലോ ഓഫ് ഫണ്ടും. ഇപ്പോൾ ഫണ്ട് എന്ന് പറയുന്നത് ക്യാഷ് തന്നെയാണ്. ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് ഫ്രം വൺ ഫോം ടു അനദർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മീനിങ് നോക്കാം. ദ ടൈം ഫ്ലോ മീൻസ് ചേഞ്ച് ആൻഡ് ദ ടൈം ഫ്ലോ ഓഫ് ഫണ്ട് മീൻസ് ചേഞ്ച് ഇൻ ഫണ്ട് ഓർ ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻ അതർ വേർഡ്സ്, എനി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഫണ്ട് ഫ്ലോ. Viewed from the angle of working capital concept of fund, the flow of fund refers to movement of fund involving inflow and outflow in the working capital area. This happens when changes occur in non-current accounts such as fixed assets, share capital, long-term debts, etc., and are offset by corresponding change in current accounts such as current assets or current liabilities and vice versa. Example: machinery purchase for cash, redemption of debentures, payment of dividend, share issued for cash, loan taken from financial institution, payment of tax, sale of investment, etc. ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഫ്ലോസ്, അതായത് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ആയിട്ടുള്ള ഫണ്ട്, അതിന് വേണമെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യാം. ഓർഗനൈസേഷനെ വർക്കിംഗ് ക്യാപിറ്റലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫണ്ട് റെഫേഴ്സ് ടു വർക്കിംഗ് ക്യാപിറ്റൽ, ഫ്ലോ മീൻസ് ഇറ്റ്സ് ചേഞ്ചസ്. ഇപ്പോൾ ഫണ്ട് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ, ഫ്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചേഞ്ചസിനായിട്ടാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഫണ്ട് വർക്കിംഗ് ക്യാപിറ്റലായിട്ടെന്നും ആ ഫണ്ടിലുണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ഫ്ലോ ഫണ്ടെന്നും ട്രീറ്റ് ചെയ്യുന്നത്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഇൻഫ്ലോ ഫണ്ടും, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഔട്ട്ഫ്ലോ ഫണ്ടെന്നും പറയും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഈ വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴാണ് ചേഞ്ചസ് ഉണ്ടാകുന്നത്, അതാണ് അവിടെ പറയുന്നത്. ഒരു നോൺ കറണ്ട് ഐറ്റവും കറണ്ട് ഐറ്റവും തമ്മിൽ ഒരു ട്രാൻസാക്ഷൻ വരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ഉണ്ടാകുന്നത്. എന്ന് പറയുമ്പോൾ അസറ്റ് സൈഡിൽ നിങ്ങൾക്കറിയാം ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും വരും. ലയബിലിറ്റി സൈഡിൽ ഫിക്സഡ് ലയബിലിറ്റിയും കറണ്ട് ലയബിലിറ്റിയും വരും. അപ്പം ഒരു നോൺ കറണ്ട് ഐറ്റവും കറണ്ട് ഐറ്റവും തമ്മിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ക്യാഷ് സെയിൽസ് ആണെങ്കിൽ, ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് വന്നു, ക്യാഷ് പോയി. അപ്പം അവിടെ 2 കറണ്ട് ഐറ്റംസാണ് വന്നിട്ടുള്ളത്. അത് നമുക്കെന്ത് ഫ്ലോ ഓഫ് ഫണ്ടെന്ന് പറയാൻ പറ്റില്ല, അത് രണ്ടും കറണ്ട് ഐറ്റം ആയതുകൊണ്ട്. അതേസമയം ഇപ്പം മെഷീനറി ക്യാഷ് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ മെഷീനറി എന്നുള്ള ഒരു നോൺ കറണ്ട് ഐറ്റം, ക്യാഷ് എന്നുള്ള കറണ്ട് ഐറ്റം, അവിടെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടെന്ന് പറയാം. അപ്പം കറണ്ട് ഐറ്റവും ഫിക്സഡ് ഐറ്റവും തമ്മിലുള്ള ചേഞ്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ യൂസസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്
act as an important tool for financial analysis and shows the brief reason for change in the working capital between two balance sheet date. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടായ ചേഞ്ചസിനെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അല്ലേ. അതുമാത്രമല്ല, ഈ പറഞ്ഞതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായ ചേഞ്ചസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുവഴി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അടുത്ത രണ്ട് പറയുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ഹൗ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഹാസ് ചേഞ്ച്ഡ് ഫ്രം ദി ബിഗിനിങ് ഓഫ് എൻ അക്കൗണ്ടിങ് പീരിയഡ് ടു ദി എൻഡ് ഓഫ് ദാറ്റ് പീരിയഡ് അല്ലേ. അപ്പം അല്ലേ, ഒരു ബാലൻസ് ഷീറ്റിൻ്റെ എൻഡ് ഡേറ്റ് മുതൽ അടുത്ത ബാലൻസ് ഷീറ്റിൻ്റെ എൻഡ് ഡേറ്റ് വരെ എന്തൊക്കെ ചേഞ്ചസാണ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അടുത്ത് പറയുന്നത് വെച്ചാൽ ഇറ്റ് ആക്ട് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ഓഫ് എ കൺസേൺ. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എവിടെ നിന്ന് ഫണ്ട് റേസ് ചെയ്ത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്തെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അടുത്തെന്ന് പറഞ്ഞാൽ നല്ലൊരു സൗണ്ട് ഡിവിഡൻഡ് പോളിസിയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അടുത്ത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഫോർകാസ്റ്റിംഗ് ദി ഫ്ലോ ഫണ്ട് ആൻഡ് ഇൻ പ്രൊജക്റ്റിംഗ് ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. അപ്പോൾ എത്രമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുണ്ടെന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത് മോഡേൺ ടെക്നിക്ക് ഓഫ് പ്രിപ്പയറിംഗ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട രീതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, രണ്ടെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് ഇതിൻ്റെ ഫോർമാറ്റിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ ആദ്യം പർട്ടിക്കുലർ പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ. പ്രീവിയസ് ഇയർ കറണ്ട് ഇയർ എന്ന് പറയുമ്പം ഇപ്പം 2 വർഷത്തെ ബാലൻസ് ഷീറ്റിൻ്റെ ക്ലോസിംഗ് ഡേറ്റാണ്. ഇപ്പോൾ 31 മാർച്ച് 2010 to 31 മാർച്ച് 2011. അടുത്ത് അതിലുണ്ടായ ചേഞ്ചസ് ആണ് എഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അത് ഇൻക്രീസും ഉണ്ട് ഡിക്രീസും ഉണ്ട്. അപ്പോൾ ഈ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് അറിയാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഈ പറഞ്ഞ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒക്കെ വരും. അപ്പോൾ ഈ കറണ്ട് അസറ്റ് പ്രീവിയസ് ഇയറിൽ നിന്ന് കറണ്ട് ഇയറിലോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തെന്ന് പറയാം. പ്രീവിയസ് ഇയറിൽ നിന്ന് കറണ്ട് ഇയറിൽ വരാൻ നേരത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. അടുത്ത കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പം നമുക്കറിയാം എന്താണ്. സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഈ പറഞ്ഞതുപോലെ ഷോർട്ട് ടൈം ലോൺസ്, അൺക്ലെയിംഡ് ഡിവിഡൻഡ്, ഇത്രയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റീസ് ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. അതുപോലെ കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അപ്പം കറണ്ട് ലയബിലിറ്റി പ്രീവിയസ് ഇയറിൽ നിന്ന് കറണ്ട് ഇയറിൽ നിന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിക്രീസ് ചെയ്തും, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്തും. നമ്മൾ കറണ്ട് അസറ്റ് കൂടിയ നമ്മൾ ഇൻക്രീസ് ചെയ്തും, കുറഞ്ഞ ഡിക്രീസ് ചെയ്തും. പക്ഷേ കറണ്ട് ലയബിലിറ്റി കൂടിയ നമ്മളിവിടെ എഴുതും ഡിക്രീസ് ചെയ്തും, കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻക്രീസ് എഴുതും. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം പ്രീവിയസ് ഇയറിൽ നിന്ന് കറണ്ട് ഇയറിലോട്ട് നോക്കാൻ നേരത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 50,000 60,000 എന്ന് പറയും കിട്ടിയെന്ന് വെച്ചാൽ, അപ്പോൾ 50,000 നിന്ന് 60,000 ആയെന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ 10,000 കൂടിയെന്നാണ്. അപ്പം 10,000 നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് സോഴ്സും ആപ്ലിക്കേഷൻ രണ്ട് കാര്യമാണ് ഉള്ളത്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ തിയറിയിൽ ഡിഫൈൻ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇൻഫ്ലോസ് ആണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം ഔട്ട്ഫ്ലോസ് ആണ്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പം കഴിഞ്ഞ വർഷം ഇപ്പം 3 ലക്ഷം ആയിരുന്നു, ഇപ്പം 4 ലക്ഷം ആയിട്ടുണ്ടെങ്കിൽ ഷെയറിൻ്റെ വാല്യൂ കൂടിയെന്നാണ്. അപ്പോൾ കൂടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ നമുക്ക് എന്താണ് ഇൻഫ്ലോ ആയിട്ട് വന്നു എന്നുള്ള മീനിങ്ങാണ്. അപ്പം ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലോ ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സോഴ്സിൽ കാണിക്കും. അതേപോലെ ഡിബഞ്ചേഴ്സ് കൂടിയിട്ടുണ്ടെങ്കിലും ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ലോങ് ടൈം ബോറോയിങ്, ഇപ്പോൾ ലോണിൻ്റെ എമൗണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ എമൗണ്ട് നമ്മൾ സോഴ്സായിട്ട് ട്രീറ്റ് ചെയ്യും. പിന്നെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് വിറ്റ് കിട്ടുന്നത് ക്യാഷ് അല്ലേ, ഇൻഫ്ലോ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യും? സോഴ്സായിട്ട് കാണിക്കും. പിന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ പറഞ്ഞ എനി ഇൻകം ഫ്രം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ പറഞ്ഞ ഡിവിഡൻഡ് റിസീവ്ഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഈ ഇൻകം ഫ്രം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കേസിനകത്ത് വരണം. അടുത്ത നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഴ്സിൽ വരുന്നത്. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പം നമ്മൾ
പ്രിഫറൻസ് ഷെയറിൻ്റെ എമൗണ്ട് ഈ കഴിഞ്ഞ പ്രൈസിൽ നിന്നും ഈ പ്രൈസും കമ്പയർ ചെയ്യുന്ന നേരത്ത് തിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ പറയുക റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന്. അപ്പം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം 5 ലക്ഷമായിരുന്നു, ഈ വർഷം 4 ലക്ഷം രൂപയെന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർ. അപ്പോൾ 1 ലക്ഷം രൂപ കുറഞ്ഞെന്ന് വെച്ചാൽ തിരിച്ച് കൊടുത്തു എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ അത് ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ ആകുമ്പോൾ അത് ആപ്ലിക്കേഷനിൽ കാണിക്കും. അതുപോലെ ഡിബഞ്ചറിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിലും റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറയും. ലോൺ നമ്മൾ തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, അതും ആപ്ലിക്കേഷൻ എന്ന് പറയും, ഔട്ട്ഫ്ലോ ആണ്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങാൻ നേരത്ത് കാശ് പോവുകയാണ്, അതും ഔട്ട്ഫ്ലോ ആണ്. അടുത്ത പേയ്മെൻറ്റ് ഓഫ് ടാക്സ് കാശ് പോവുകയാണ്, ഔട്ട്ഫ്ലോ ആണ്. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഇത്രയും കാര്യങ്ങളാണ് എന്തായിട്ട് വരുന്നത്, ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു ട്രാൻസാക്ഷൻ കാണുമ്പോൾ അത് സോഴ്സാണ് ആപ്ലിക്കേഷൻ ആണെന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലേ. അപ്പം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം നമ്മൾ ഈ പറഞ്ഞ ഷെയർ ഡിബഞ്ചർ കാര്യമുണ്ട്, ലോങ് ടൈം ബോറിങ് കൂടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഈ പറഞ്ഞൊരു സോഴ്സാണ്. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റിഡംഷനാണ് അല്ലെങ്കിൽ റീപേയ്മെൻ്റ് എന്ന് നമുക്ക് പറയാം. അതുപോലെ അസറ്റിൻ്റെ കേസിൽ സെയിലാണെങ്കിൽ അത് സോഴ്സും, പർച്ചേസ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുമ്പം നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അപ്പം ഈ പറഞ്ഞ ആഡ് ചെയ്യേണ്ടത് ലെസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്നാണ്. കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറയുമ്പം കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും ഈ വർഷത്തെ പ്രോഫിറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് നെറ്റ് പ്രോഫിറ്റ്, ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആഡ് ബാക്ക് ചെയ്യണം. ഈ പറഞ്ഞ പോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അപ്പം കറണ്ട് ഇയർ പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ കറണ്ട് ഇയർ പ്രോഫിറ്റ് ഈ ഇപ്പം 2010, 2011 2 വർഷത്തെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ 2011 പ്രോഫിറ്റിൽ നിന്ന് 2010 പ്രോഫിറ്റ് നമ്മൾ മൈനസ് ചെയ്യുമ്പോഴാണ് കറണ്ട് ഇയർ പ്രോഫിറ്റ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസാണ് ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറയുന്നത് മെയ്ഡാണ്, ടാക്സ് മെയ്ഡാണ്. അടുത്ത ട്രാൻസ്ഫർ ടു റിസർവ്, ഇൻ്റർ ഡിവിഡൻഡ് പെയ്ഡ്, ഡിവിഡൻഡ് മെയ്ഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് പ്രൊപ്പോസ്ഡ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇനി അതർ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിലും ആഡ് ചെയ്യും. അടുത്ത ലെസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഡിവിഡൻഡ് റിസീവ്ഡ്, അപ്രീസിയേഷൻ. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കൂടുന്നതിനാണ് നമ്മൾ എന്താ പറയുക അപ്രീസിയേഷൻ, കുറഞ്ഞ ഡിപ്രിസിയേഷൻ ആണെങ്കിൽ ആഡ് ചെയ്യണം, ഈ അപ്രീസിയേഷൻ ആണെങ്കിൽ ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ സോഴ്സ് സൈഡിലാണ് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ഇനി നോക്കേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ആണ്. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ട ഫിക്സഡ് അസറ്റ് അക്കൗണ്ടാണ്. ഫിക്സഡ് അസറ്റ് നിങ്ങൾക്കറിയാം അസറ്റാണ്. അസറ്റിന് ഏത് ബാലൻസാണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ടു ബാലൻസ് ബ്രോഡ് ഓൺ, ക്ലോസിംഗ് ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ. ഈ ഓപ്പണിംഗ് ക്ലോസിംഗ് എങ്ങനെ തിരിച്ചറിയും? ഇപ്പോൾ ഈ പറഞ്ഞ 2010, 2011 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ 2010 എമൗണ്ടിനാണ് നമ്മൾ ഓപ്പണിംഗ് എന്ന് പറയുന്നത്, 2011 എമൗണ്ടിനാണ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ആണ് ടു ബാലൻസ് ബ്രോഡ് ഓൺ, ക്ലോസിംഗ് ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അടുത്ത് അസറ്റിന് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ബൈ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് കാണിക്കും. അടുത്ത അസറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിൽ ചെയ്തത് പ്രോഫിറ്റിലാണെങ്കിൽ ഡെബിറ്റ് സൈഡ് ടു പി ആൻഡ് എൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ലോസിലാണെങ്കിൽ ബൈ പി ആൻഡ് എൽ ലോസ് എന്ന് പറഞ്ഞ് കാണിക്കും. അടുത്ത് പർച്ചേസ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡ് ടു ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം ഈ പറഞ്ഞൊരു ഒന്നി പർച്ചേസ് കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലോസിംഗ്, ഈ പറഞ്ഞ ഡിപ്രിസിയേഷൻ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അത് ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കിയിട്ട് വേണം അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അടുത്ത് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എപ്പോഴും തയ്യാറാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിങ്ങിലുള്ള ഡിപ്രിസിയേഷൻ, ക്ലോസിങ്ങിലുള്ള ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ പറഞ്ഞ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം ബൈ ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്ങിലുള്ള എമൗണ്ടും ടു ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞാൽ ക്ലോസിങ്ങിലുള്ള എമൗണ്ടും. പിന്നെ അസറ്റ് നമ്മൾ ചാർജ് ചെയ്ത ഡിപ്രിസിയേഷൻ ഡെബിറ്റ് സെയിൽ ടു അസറ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കും. മിച്ചം പറഞ്ഞ എമൗണ്ട് ക്രെഡിറ്റ് സെയിൽ ബൈ പി ആൻഡ് എന്ന് പറഞ്ഞാൽ കാണിക്കും. അതാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ആയിട്ട് ഈ പറഞ്ഞതുപോലെ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യണത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ്, ക്ലോസിംഗ്, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി, അല്ലാതെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓപ്പണിംഗിലുള്ള എമൗണ്ട് ബൈ ബാലൻസ് ബ്രോഡ് ഓൺ, ക്ലോസിംഗിലുള്ള എമൗണ്ട് ടു ബാലൻസ് ക്യാരിഡ് ഓൺ, മേലുള്ള അസറ്റിന് ട്രാൻസ്ഫർ ചെയ്ത ഡിപ്രിസിയേഷൻ എമൗണ്ട് ടു അസറ്റ്, മിച്ചം പറഞ്ഞ എമൗണ്ട് ക്രെഡിറ്റ് സെയിൽ ബൈ പി ആൻഡ് എൽ. ഇതാണ് ആൻസർ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ടാണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി ചെയ്യേണ്ടത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലുള്ള പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞ് എഴുതും. ക്ലോസിംഗ് ഡേറ്റിലുള്ള പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ടു ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞ് കാണിക്കും.
അപ്പോൾ ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ കാണിക്കും, ടാക്സ് മെയ്ഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഇപ്പോൾ ടാക്സ് പെയ്ഡാണ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക ടാക്സ് മെയ്ഡാണ്. ഈ ടാക്സ് മെയ്ഡ് എന്ന് പറഞ്ഞ എമൗണ്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യും. ടാക്സ് പെയ്ഡ് എന്നുള്ള എമൗണ്ട് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കും, കാരണം ഔട്ട് ഫ്ലോ ആയതുകൊണ്ട് ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കും. അടുത്ത പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടും സെയിം ട്രീറ്റ്മെൻറ്റാണ്. ഓപ്പണിംഗ് ബൈ ബാലൻസ് ബ്രോഡ് ഓൺ, കാരണം അത് ലൈബിലിറ്റിയാണ്. അപ്പം ഓപ്പണിംഗ് ബൈ ബാലൻസ് ബ്രോഡ് ഓൺ, ക്ലോസിംഗ് ഡേറ്റിലുള്ളത് ടു ബാലൻസ് ക്യാരിഡ് ഓൺ. നമ്മൾ ഡിവിഡൻഡ് ഈ വർഷം പേ ചെയ്ത എമൗണ്ട് ഉണ്ടെങ്കിൽ ടു ക്യാഷ് ഡിവിഡൻഡ് പെയ്ഡ്. ഇപ്പം മെയ്ഡാണ് തന്നിരിക്കണമെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ബൈ പി ആൻഡ് എൽ ഡിവിഡൻഡ് മെയ്ഡ്. അപ്പം മെയ്ഡ് തന്നിട്ടുണ്ടെങ്കിൽ പെയ്ഡ് കാണും, പെയ്ഡ് തന്നിട്ടുണ്ടെങ്കിൽ മെയ്ഡ് കാണും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിവിഡൻഡ് മെയ്ഡ് എന്നുള്ളത് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിവിഡൻഡ് പ്രൊപ്പോസ്ഡ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യും. ഈ പറഞ്ഞ ഡിവിഡൻഡ് പെയ്ഡ് എന്നുള്ളത് ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കും, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷൻ സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ ട്രീറ്റ്മെൻറ്റാണ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇത്ര നേരം നമ്മൾ പറഞ്ഞ തിയറിയാണ്. ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോകാം അല്ലേ. ഇപ്പം പ്രോബ്ലം നമ്മൾ സെക്കൻഡ് ഇല്ലസ്ട്രേഷൻ സെക്കൻഡാണ്. ഫ്രം ദി following two balance sheet on 31st December 2002 and 2003 you are required to prepare schedule of changes in working capital and fund flow statement. അപ്പോൾ schedule of changes in working capital and fund flow statement നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ പ്രിപ്പയർ ചെയ്യണം. അപ്പം ലയബിലിറ്റി അസറ്റ് അല്ലേ, ഇപ്പം ഈ പറഞ്ഞ പോലെ ബാലൻസ് ഷീറ്റിൻ്റെ ഈ പറഞ്ഞ എമൗണ്ട് തന്നിട്ടുണ്ട്. 2003 2002 എമൗണ്ടും തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നേരെ തിരിച്ചാണ് തന്നിരുന്നത്. ആദ്യം അല്ലേ പ്രീവിയസ് ഇയർ ആണ് വരേണ്ടത്, പ്രീവിയസ് ഇയർ കറണ്ട് ഇയർ അങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്, ആദ്യം കറണ്ട് ഇയർ പിന്നെ പ്രീവിയസ് ഇയർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളും, പരീക്ഷയ്ക്ക് ഇതേപോലെ തിരിച്ചൊക്കെ ആയിരിക്കും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുന്നത് കറണ്ട് അസറ്റാണ്. ആദ്യം കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ക്വസ്റ്റ്യനിൽ. അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. അത് ഒഴിച്ചിട്ട് ബാക്കി പറഞ്ഞ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. അപ്പോൾ കഴിഞ്ഞ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കാൻ നേരത്തെ ക്യാഷ് എടുക്കില്ലായിരുന്നു, ക്യാഷിനായാലും ക്യാഷ് ബാങ്കും എടുക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് ആ പറഞ്ഞ ക്യാഷും ബാങ്കും എല്ലാം എന്ത് ചെയ്യണം, കറണ്ട് അസറ്റിനകത്ത് ഉൾപ്പെടുത്തി എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം സ്റ്റോക്ക് അല്ലേ, സ്റ്റോക്ക് തന്നിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ എമൗണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതേണ്ടത് പ്രീവിയസ് ഇയറിൻ്റെ എമൗണ്ട് ആണ്. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 80,000 ആണ്. പ്രീവിയസ് ഇയർ 80,000 ആയിരുന്നു. ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്, അത് ഇപ്പോൾ 1,10,000 ആയിട്ടുണ്ട്. ഇപ്പോൾ 80,000 ആയിരുന്നു, ഇപ്പോൾ 1,10,000 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 30,000 കൂടിയ നമ്മൾ ഇവിടെ കാണിക്കും, ഇൻക്രീസിൽ കാണിക്കും അല്ലേ. അപ്പോൾ ഇൻക്രീസിൽ കാണിക്കുന്നത് പറയുന്നത് ഇവിടെ എന്താണ് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയതാണ്. കറണ്ട് അസറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസിൽ നമ്മൾ എമൗണ്ട് കാണിക്കും. അപ്പോൾ അതുപോലെ അടുത്ത ഡെപ്റ്റേഴ്സ് നോക്കാൻ നേരത്ത് 2002 വന്നിട്ട് 46,000 ഉണ്ട്, ഇപ്പം വന്നിട്ട് 30,000 ഉണ്ട്. അപ്പം എന്താണ്, കറണ്ട് അസറ്റ് കുറയാണ് ചെയ്തത് അല്ലേ, ഡെപ്റ്റേഴ്സ് ഇവിടെ കുറയാണ് ചെയ്തത്. അപ്പം കറണ്ട് അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്താണ്, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എമൗണ്ട് എവിടെ കാണിക്കും, ഡിക്രീസിൽ കാണിക്കും. അടുത്ത് പറഞ്ഞത് ക്യാഷാണ്. ക്യാഷ് എന്ന് പറയുന്നത് ഇവിടെ 4,000 ഉണ്ട്, 5,000 ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് 4,000, ക്ലോസിംഗ് 5,000. 2003 വന്നിട്ട് 5,000. അപ്പം 1,000 ഇൻക്രീസ് ആണ് ചെയ്തത്. അപ്പോൾ ഇൻക്രീസിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യും, കാണിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ടോട്ടൽ എടുക്കണം, കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എമൗണ്ട് വന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,45,000 എന്ന് കിട്ടും അതെ. 46ഉം 5ഉം കൂടെ കിട്ടും, 46ഉം 4ഉം കൂടെ കിട്ടും, 50, 50, 80 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 1,30,000 എന്ന് വരും. 1,30,000 എന്ന് വരും. അടുത്ത് 2003 നോക്കാൻ നേരത്ത് 1,40,000, 1,45,000 എന്ന് വരും. 1,45,000 എന്ന് വരും. ഇപ്പോൾ ടോട്ടൽ കറണ്ട് അസറ്റ് പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും നമുക്ക് ഇവിടെ കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞിട്ട് അടുത്തെന്താണ്, കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് ഈ ക്വസ്റ്റ്യനകത്ത് 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ട്രേഡ് ക്രെഡിറ്റേഴ്സും ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സും. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞത് ഓപ്പണിങ്ങിൽ എത്രയുണ്ടായിരുന്നു എമൗണ്ട്,
ഓപ്പണിങ്ങിൽ എമൗണ്ട് വന്നിട്ട് 75,000, ക്ലോസിങ് വന്നിട്ട് 98,000. അപ്പോൾ എത്ര കൂടി? 23,000 കൂടി. ഇവിടെ ഇപ്പം കറണ്ട് ലയബിലിറ്റി കൂടിയാൽ നമ്മൾ എന്താണ്? നെഗറ്റീവാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് എന്നാണ് മീനിങ്. അതേസമയം കറണ്ട് ലയബിലിറ്റി കുറഞ്ഞ അത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഇവിടെ ഇപ്പം കറണ്ട് ലയബിലിറ്റി കൂടിയാൽ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ ഇതും ഡിക്രീസ് ചെയ്ത് 23,000 എന്ന് പറയുന്നത് കാണിക്കും. അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സ്. ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 5,000 ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 2,000 ആയിട്ടുണ്ട്. 5,000 ആയിരുന്നു 2,000 ആയിട്ടുണ്ട്. അപ്പോൾ 3,000 കുറഞ്ഞ അല്ലേ? കറണ്ട് ലയബിലിറ്റി കുറഞ്ഞത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്. അപ്പോൾ ഇൻക്രീസിന്റെ കോളത്തിൽ നമ്മൾ 3,000 കാണിക്കും. ഇനി ഇതിന്റെ ടോട്ടൽ എടുക്കണം. ഇത്രയേ ഉള്ളൂ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ എടുക്കാൻ നേരത്ത് നമുക്ക് 75ഉം 5,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ 80,000 എന്ന് കിട്ടും. അടുത്ത് 98,000 നിന്ന് 2,000 കൂട്ടുമ്പോൾ എത്ര ഇടും? 1 lakh എന്ന് കിട്ടും. അപ്പോൾ അതും കിട്ടി അല്ലേ? അപ്പം അടുത്ത് വർക്കിംഗ് ക്യാപിറ്റലാണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി അല്ലെ? ഈ പറഞ്ഞ കറണ്ട് അസറ്റിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതിന്റെ കറണ്ട് ലയബിലിറ്റി ടോട്ടൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റിന്റെ ടോട്ടൽ നമുക്ക് എ എന്ന് കൊടുക്കും, കറണ്ട് ലയബിലിറ്റി ടോട്ടൽ ബി എന്ന് കൊടുക്കാം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എ മൈനസ് ബി എന്ന് വരും. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 1,30,000 നിന്ന് 80,000 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50,000 എന്ന് കിട്ടും അല്ലേ? അടുത്ത് 1,45,000 നിന്ന് 1 lakh കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 45,000 എന്ന് കിട്ടും. ഓക്കെ. അടുത്ത് ഈ പറഞ്ഞ ഇൻക്രീസ് എത്രയുണ്ടെന്ന് നോക്കാം. 3,000, 1,000, 3,000 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഈ പറഞ്ഞതുപോലെ 7,000 എന്ന് വരും. അടുത്ത് 16,000, 23,000 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 39,000 എന്ന് വരും. അപ്പം ഇത്രയും ക്ലിയർ അല്ലേ? അടുത്ത് ഇവിടെ 30,000 ആണ്. 30,000 ആകുമ്പോൾ ഇവിടെ എമൗണ്ട് മാറും. 30,000ഉം 1,000ഉം 3,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ 34,000 എന്ന് വരും. അടുത്ത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ 50,000 ആയിരുന്നു, ഇപ്പോൾ 45,000 ആയി. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയെന്നാണ് കുറഞ്ഞെന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 50,000 ആയിരുന്നു, ഇപ്പോൾ 45,000 ആയി. അപ്പോൾ എന്താ? നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടതാണ് നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര രൂപ ചെയ്തു? 5,000 ഇവിടെ കാണിക്കും. ആ 5,000 തന്നെ എവിടെയും കാണിക്കും, ഇവിടെയും കാണിക്കും. എന്നിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യണം? ടാലി ആക്കണം. 50,000 കൂട്ടുമ്പോൾ 50,000, അടുത്ത് കൂട്ടുമ്പോൾ എത്രയാണ്? 39,000, ഇവിടെയും 39,000 ഇങ്ങനെ വരും. ഇതാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റിലോട്ട് വരാം. അപ്പോൾ ആദ്യം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസ് നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 5,10,000 ആയിരുന്നു, 4,50,000 ആയിരുന്നു, ഇപ്പോൾ 5,10,000 ആയി. അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 60,000 കൊടുത്ത് എന്ത് ചെയ്ത് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വരും, ആപ്ലിക്കേഷൻ വരും. അപ്പോൾ പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് 60,000 നമ്മൾ എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ കാണിക്കും. കാരണം ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഔട്ട്ഫ്ലോ ആണ്. കാരണം 4,50,000 5,10,000 എന്ന് വെച്ചാൽ 60,000 പർച്ചേസ് ചെയ്യുന്ന പറയുമ്പോൾ 60,000 ബിസിനസ്സിൽ നിന്ന് പോയെന്ന് പറയുമ്പോൾ എന്താണ്? ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് സെയിലായിട്ട് കാണിക്കും. അടുത്ത പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 10,000 ഉണ്ടായിരുന്നു, 1 lakh ഉണ്ടായിരുന്നു, 90,000 ആയി. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ 10,000 കുറഞ്ഞു. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ള അസറ്റിന് ഈ പറഞ്ഞ വാല്യൂ ഡിക്രീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഡിപ്രീസിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ അത് നമ്മൾ അടുത്ത ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാൻ നേരത്തെ അത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യവും. അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റലാണ്. ലയബിലിറ്റി സൈഡ് നോക്കുന്നത് ഷെയർ ക്യാപിറ്റലുണ്ട്. ഷെയർ ക്യാപിറ്റൽ ഓപ്പണിംഗ് 3 lakh ആണ്, പിന്നെ അത് എത്ര ആയിട്ടുണ്ട്? 3,25,000 ആയിട്ടുണ്ട്. 3 lakh ആയിരുന്ന ഷെയർ ക്യാപിറ്റൽ 3,25,000 ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 എന്താണ്? ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ എവിടെ കാണിക്കും? സോഴ്സിൽ കാണിക്കും. ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് സോഴ്സിൽ കാണിക്കും. എത്ര രൂപ കാണിക്കും? 25,000. അടുത്ത്
ഡിബഞ്ചർ നോക്കാൻ നേരത്തെ 2 lakh ആയിരുന്നു 1,50,000 ആയിട്ടുണ്ട്. അപ്പം 2 lakh ആയിരുന്നു 1,50,000 ആയെന്ന് പറയുമ്പോൾ അതിനെന്താണ് മീനിങ്? റിഡംഷൻ എന്നാണ് മീനിങ്. അപ്പോൾ റിഡംഷൻ അല്ല, തിരിച്ചു കൊടുത്തു എന്നാണ് മീനിങ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ 50,000 രൂപ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ അല്ലേ? അടുത്ത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാൻ നേരത്തെ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ അല്ലേ? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ക്ലോസിംഗ് പ്രോഫിറ്റ് മൈനസ് ഓപ്പണിംഗ് പ്രോഫിറ്റ്. ക്ലോസിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,70,000 ആണ്. ഓപ്പണിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. അപ്പോൾ 1,70,000 മൈനസ് 1 lakh ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 70,000 എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ കൂടെ നമ്മൾ പഴയതുപോലെ ആഡ് എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഇവിടെ ഇപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് എന്തുണ്ട്? ഡിപ്രിസിയേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി വന്നിട്ട് എത്രയുണ്ട്? 10,000 ഉണ്ട്. അത് മാത്രമല്ല പിന്നെ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രാൻസ്ഫർ ടു റിസർവ് അല്ലേ? നമ്മൾ മുമ്പ് പഠിച്ച ട്രാൻസ്ഫർ ടു റിസർവ്, വേറെ എന്തെങ്കിലും ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് മാത്രമേ ഉള്ളൂ? ഡിപ്രിസിയേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിപ്രിസിയേഷൻ മാത്രം ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. വേറെ ഐറ്റം നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഒന്നുമില്ല. അപ്പോൾ 70,000 പ്ലസ് 10,000 എന്ന് പറയുമ്പോൾ 80,000 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടുന്നത്. ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മൾ ഇവിടെ കാണിക്കും, സോഴ്സിൽ കാണിക്കും. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മൾ സോഴ്സിലാണ് കാണിക്കുന്നത്. സോഴ്സിൽ ഈ പറഞ്ഞതുപോലെ 80,000 നമ്മൾ കാണിക്കും. സോഴ്സിൽ നമ്മൾ 80,000 കാണിക്കും. പിന്നെ ഈ പറഞ്ഞ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അതും ഈ പറഞ്ഞ സോഴ്സിലാണ് കാണിക്കുന്നത്. നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അത് വന്നിട്ട് 5,000 ആണ്. ഇനി നമുക്കിത് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുന്ന നേരത്തെ 25,000 80,000 കൂട്ടുമ്പം 1,05,000 അതിനോട് 5,000 കൂട്ടുമ്പോൾ 1,10,000. അടുത്ത് ആപ്ലിക്കേഷൻ വന്നിട്ട് 50,000 കൂട്ടുമ്പോൾ 1,10,000. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ടാലി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് ലയബിലിറ്റി എടുക്കുക. എന്നിട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് ഡിക്രീസ്, കൂടിയിട്ടുണ്ടെങ്കിൽ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് ആപ്ലിക്കേഷൻ എടുക്കും. പിന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞതുപോലെ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കണ്ടുപിടിക്കുന്ന വരെയുള്ള സ്റ്റെപ്പാണ് ഈ പറഞ്ഞ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, അതിലൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യണം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ലെസ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ഏത് മാത്രമേ ഉള്ളൂ? ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് മെഷീനറി മാത്രമേ ഉള്ളൂ. അത് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കേണ്ടത്, സോഴ്സിൽ കാണിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇല്ലസ്ട്രേഷൻ 4. The summarized balance sheet of JK Limited as on 31st December 2002 and 2003. അപ്പം ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ട അറിയാം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? അപ്പോൾ ആദ്യം അറിയാം കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ്സ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എന്താണ്? ഫിക്സഡ് നേച്ചറാണ്. അപ്പോൾ ബാക്കി മൂന്നുമാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റോക്ക് എഴുതാം. സ്റ്റോക്ക് ഓപ്പണിങ്ങിനുള്ള എമൗണ്ട് വന്നിട്ട് 2,40,000. ഇവിടെ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. 2,40,000. 2003യുടെ എമൗണ്ട് വന്നിട്ട് 2,10,000. 2,10,000. അപ്പം 2,40,000 ആയിരുന്നു, ഇപ്പോൾ 2,10,000. അപ്പോൾ 30,000 എന്താണ്? കുറഞ്ഞാൽ നമ്മളെവിടെ എഴുതും? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. കാരണം കറണ്ട് അസറ്റ് കുറഞ്ഞാൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു, അതാണ് ഡിക്രീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കാണിച്ചത് 30,000. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് വന്നിട്ട് 2,10,000 ആയിരുന്നു, ഇപ്പോൾ 4,55,000 ആയിട്ടുണ്ട്. അപ്പോൾ 2,10,000 അടുത്ത എത്രയാണ്? 4,55,000. അപ്പോൾ 2,10,000 ആയിരുന്നു, 4,55,000 ആയിട്ടുണ്ട്. അപ്പോൾ 2,45,000 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഇൻക്രീസ് ആയിട്ടുള്ളത്. 2,45,000 എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പറഞ്ഞാൽ ക്യാഷ് ആണ്. ക്യാഷ് നമുക്ക് 1,49,000. അതിപ്പോൾ എത്ര ആയിട്ടുണ്ട്? 1,97,000 ആയിട്ടുണ്ട്. 1,97,000 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 1,49,000 ആയിരുന്ന അസറ്റ് ഇപ്പോൾ എത്രയായി?
1,97,000 ആയി എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് 48,000 ഇൻക്രീസ് ആണ്. അപ്പോൾ ഇൻക്രീസിൻ്റെ കോളത്തിൽ കാണിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോട്ടൽ കറണ്ട് അസറ്റ് കാണണം. 2,14,000 2,10,000 കൂട്ടുമ്പോൾ 4,50,000, അതിൻ്റെ കൂടെ 1,49,000 കൂട്ടുമ്പോൾ ഈ പറഞ്ഞതുപോലെ 5,99,000 എന്ന് കിട്ടും. 5,99,000 എന്ന് കിട്ടും. അടുത്ത് 2,10,000 4,55,000 ഈ പറഞ്ഞതുപോലെ 1,97,000 ഇത്ര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8,62,000 എന്ന് കിട്ടും. 8,62,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് കറണ്ട് ലയബിലിറ്റിയാണ്. കറണ്ട് ലയബിലിറ്റി. ഇപ്പോൾ കറണ്ട് ലയബിലിറ്റി നോക്കാൻ നേരത്ത് ക്വസ്റ്റിനകത്ത് ഈ പറഞ്ഞതുപോലെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. എമൗണ്ട് വന്നിട്ട് ഓപ്പണിങ്ങിന് വന്നിട്ട് 1,68,000, ക്ലോസിംഗ് വന്നിട്ട് 1,34,000. ഓപ്പണിംഗ് വന്നിട്ട് 1,68,000, ക്ലോസിംഗ് വന്നിട്ട് 1,34,000. അപ്പോൾ അവിടെ 34,000 ആണ് ഡിഫറൻസ്. അപ്പോൾ 34,000 കുറഞ്ഞ ഇവിടെ മീനിങ് വെച്ചാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. 34,000 ഇൻക്രീസിൻ്റെ ഇവിടെ കാണിക്കും. അപ്പോൾ ഈ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് എത്ര തന്നെയാണ്? 1,68,000, ഇവിടെ 1,34,000. ഇനി നമ്മൾ കാണേണ്ടത് വർക്കിംഗ് ക്യാപിറ്റലാണ് അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി അല്ലേ? കറണ്ട് അസറ്റ് എ ആണ്, കറണ്ട് ലയബിലിറ്റി ബി ആണ്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 5,99,000 മൈനസ് 1,68,000 ചെയ്യുമ്പോൾ നമുക്ക് 4,31,000 എന്ന് കിട്ടും. 4,31,000. അടുത്ത 8,62,000 മൈനസ് 1,34,000 ചെയ്യുമ്പം 7,28,000 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അറിയാം 4,31,000 ആയിരുന്നപ്പോൾ 7,28,000 ആയി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നെറ്റ് ഡിക്രീസ് ആയിരുന്നു. ഇവിടെ എന്താണ്? നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എത്ര കൂടിയെന്ന് നോക്കാം. അത് നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 2,97,000 ആണ്. 2,97,000 ആണ് അല്ലേ? ഇനി നമുക്ക് ഇവിടെയും ടോട്ടൽ എടുത്ത് നോക്കാം. ഈ പറഞ്ഞ 2,45,000, ഈ പറഞ്ഞ 48,000, 34,000 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ 3,27,000 എന്ന് കിട്ടും. അടുത്ത് ഇവിടെ എത്രയുണ്ട്? 30,000 ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര തന്നെയാണ്? 2,97,000 തന്നെയാണ്. അത് നമ്മളിവിടെ എഴുതണം, ഡിക്രീസിൻ്റെ കുളത്തിൽ എഴുതണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണത്? ടാലി ആക്കണം. 7,28,000 ഇവിടെയും കിട്ടും, 7,28,000 ഇവിടെയും കിട്ടും. അടുത്ത് ഇൻക്രീസിൻ്റെ അല്ലേ ടോട്ടൽ എന്ന് പറയുന്നത് 3,27,000. അടുത്ത് ഡിക്രീസിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 3,27,000. അപ്പോൾ ഇങ്ങനെ ടാലി ആകും. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് എന്ന് പറയുന്നത് മെഷീനറി അക്കൗണ്ടാണ്. കാരണം അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് അല്ലേ അതിനുമ്പോൾ നമുക്ക് നേരത്തെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് മൂന്നാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് ഒന്നാമത് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് 8,000 വാസ് സോൾഡ് ഫോർ 8,000 വേർ സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ 2003 ഫോർ റുപ്പീസ് 8,500. 8,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 8,500 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അവിടെ വരയ്ക്കണം. അടുത്തെന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെയ്ഡ് കണ്ടുപിടിക്കണം, അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കണം. അടുത്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡ്യൂറിംഗ് ദിയർ മെഷീൻ കോസ്റ്റിംഗ് റുപ്പീസ് 10,000 വാസ് സോൾഡ് ഫോർ റുപ്പീസ് 12,000 അല്ലേ? അപ്പോൾ 10,000 രൂപയുടെ മെഷീനറി 12,000 വിറ്റെന്ന് പറയുമ്പോൾ മെഷീനറി അക്കൗണ്ട് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യണം? വരയ്ക്കേണ്ടി വരും. അടുത്ത ഡിവിഡൻറ്റ് പെയ്ഡ് തന്നിട്ടുണ്ട്. അതും നമ്മൾ എന്ത് ഈ പറഞ്ഞ പോലെ രണ്ടിടത്തായിട്ട് കാണിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെഷീനറി അക്കൗണ്ട് വരയ്ക്കും. മെഷീനറി അക്കൗണ്ട് നോക്കാൻ നേരത്ത് ഓപ്പണിംഗ് അല്ലേ? മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ അസറ്റ് ഡെബിറ്റ് ബാലൻസ് എന്ന് നിങ്ങൾക്കറിയാം. സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ടു ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിങ്ങിനുള്ള എമൗണ്ട് എത്രയുണ്ട്? മെഷീനറി 2 lakh ഉണ്ട്. ഓപ്പണിങ്ങുള്ള എമൗണ്ട് വന്നിട്ട് 2 lakh ഉണ്ട്. ക്ലോസിംഗ് എമൗണ്ട് വന്നിട്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ 1,20,000 കാണിക്കും. അപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുണ്ട്, ക്ലോസിംഗ് ആയിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിംഗ് ദി ഇയർ മെഷീൻ കോസ്റ്റിംഗ് റുപ്പീസ് 10,000 വാസ് സോൾഡ് ഫോർ റുപ്പീസ് 12,000. 10,000 വിലയുള്ള മെഷീനറി 12,000 രൂപയ്ക്ക് വിറ്റു. അസറ്റ് വിൽക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? ക്യാഷ് അല്ലെ? ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ സെയിൽ എന്ന് പറഞ്ഞിട്ട് ആ 12,000 കാണിക്കും.
10,000 രൂപയുടെ അസറ്റാണ് 12,000 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പം ലാഭം അല്ലെ, പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡ് ടു പി ആൻഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ 2,000 നമ്മൾ എന്ത് ചെയ്യും, കാണിക്കും. 2,000 കാണിക്കും. ഓക്കെ, 2,000 കാണിക്കും. അപ്പോൾ 2 lakhും 2,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 lakh 2,000 കിട്ടും. 2 lakh 2,000 കിട്ടും. അതേ 2 lakh 2,000 നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡും കാണിക്കണം. ഈ എമൗണ്ടിൽ നിന്ന് ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര വരും? ഈ പറഞ്ഞ പോലെ 70,000 വരും. 70,000 ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബൈ ഡിപ്രീസിയേഷൻ. ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് എന്താണ്, ബാലൻസിങ് ഫിഗർ. ബ്രാക്കറ്റിനകത്ത് ബാലൻസിങ് ഫിഗർ. അപ്പോൾ ഇവിടെ ഇപ്പം മെഷീനറി അക്കൗണ്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഇപ്പം ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്ന ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുന്നത് നോൺ ഓപ്പറേഷൻ എക്സ്പെൻസ് ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ക്ലിയർ ആണ്. അപ്പോൾ അതുപോലെ ഇനി അടുത്ത എന്ത് അക്കൗണ്ട് വരയ്ക്കണം? ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് വരയ്ക്കണം. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യും? ടു ബാലൻസ് ബ്രോഡൗൺ. ടു ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയുണ്ട്? 50,000 ഉണ്ട്. ഓപ്പണിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെന്റ് 50,000. ക്ലോസിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ക്ലോസിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ വന്നിട്ട് ഈ പറഞ്ഞ പോലെ 60,000 ഉണ്ട്. ഓപ്പണിംഗ് ആയിട്ടുണ്ട്, ക്ലോസിംഗ് ആയിട്ടുണ്ട്. ഇനി അഡ്ജസ്റ്റ്മെന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് 8,000 ഇൻവെസ്റ്റ്മെന്റ് 8,500 സെയിൽ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ബൈ ക്യാഷ്, അല്ലെ കുറച്ച് മുമ്പ് പഠിച്ചോളൂ. ബൈ ക്യാഷ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ എന്താണ് സെയിൽ, എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തത്? 8,500. അപ്പോൾ 8,000 അസറ്റ് 8,500 സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഡെബിറ്റ് സെയിൽ ടു പി ആൻഡ് എൽ. ബ്രാക്കറ്റിൽ എന്താണ്, പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ 500 കാണിക്കും. അപ്പോൾ ചെയ്യാൻ നേരത്തെ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ വന്നിട്ട് 68,500 ഉണ്ട് ക്രെഡിറ്റ് സൈഡ്. അതേ എമൗണ്ടിന് നമ്മൾ ഡെബിറ്റ് സൈഡിലും കാണിക്കും 68,500. 68,500 നിന്ന് ഈ രണ്ട് എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18,000 എന്ന് കിട്ടും. 18,000 ഡെബിറ്റ് സൈഡ് മിച്ചം വന്നാൽ നമ്മൾ എന്താ പറയുക, ടു ക്യാഷ് പർച്ചേസ് എന്ന് പറയും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്നുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് ക്ലോസിംഗ് ചെയ്ത് സെയിൽ ചെയ്ത് പ്രോഫിറ്റ് ചെയ്ത് മിച്ചം പറഞ്ഞ ഡെബിറ്റ് സൈഡ് ആയാലും ടു ക്യാഷ് പർച്ചേസ് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, കാണിക്കും. അടുത്ത് ഇനി പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ടാണ് വരയ്ക്കുന്നത്. പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് വരയ്ക്കാൻ നേരത്ത് ഇവിടെ ഓപ്പണിങ്ങിലുള്ള പ്രൊവിഷൻ ഫോർ ടാക്സ് എത്രയുണ്ട്? 75,000. പ്രൊവിഷൻ ഫോർ ടാക്സ് ലൈബിലിറ്റി ആൻഡ് ലൈബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ് ആണ്, അത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഓപ്പണിംഗ് ബൈ ബാലൻസ് ബ്രോഡൗൺ. ബൈ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിങ്ങിലുള്ള പ്രൊവിഷൻ ഫോർ ടാക്സ് വന്നിട്ട് 75,000 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്ലോസിങ്ങിലുള്ള പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ 10,000 തന്നിട്ടുണ്ട്. ഓപ്പണിങ്ങിലുള്ള പ്രൊവിഷൻ ഫോർ ടാക്സ് തന്നിട്ടുണ്ട്, ക്ലോസിങ്ങിലുള്ള പ്രൊവിഷൻ ഫോർ ടാക്സ് തന്നിട്ടുണ്ട്. അപ്പം ഓപ്പണിങ്ങിലുള്ളത് ബൈ ബാലൻസ് ബ്രോഡൗൺ, ക്ലോസിങ്ങിലുള്ള ടു ബാലൻസ് ക്യാരി ഡൗൺ. ഡെബിറ്റ് സൈഡിൽ ഈ പറഞ്ഞതുപോലെ ടാക്സ് മെയ്ഡ് തന്നിട്ടുണ്ട് അല്ലേ. ടാക്സ് മെയ്ഡ് തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടാക്സ് പെയ്ഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അഡ്ജസ്റ്റ്മെന്റിൽ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് തന്നിട്ടുണ്ട് 9,000. ടാക്സ് മെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ പി ആൻഡ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിനകത്ത് ടാക്സ് മെയ്ഡിന്റെ എമൗണ്ട് വന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 9,000 തന്നിട്ടുണ്ട്. അപ്പം 75,000 9,000 കൂടെ കൂട്ടുമ്പോൾ 84,000. 84,000 നിന്ന് 10,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 74,000 കിട്ടും. അപ്പോൾ 74,000 ഡെബിറ്റ് സൈഡിൽ നമുക്ക് എന്ത് പറയാം, ടു ക്യാഷ് ടാക്സ് പെയ്ഡ് അല്ലേ. മെയ്ഡ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പെയ്ഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് ചെയ്ത് ക്ലോസിംഗ് ചെയ്ത് ടാക്സ് മെയ്ഡ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ എന്ത് കാണണം? ടാക്സ് പെയ്ഡ് കാണണം. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ടും ക്ലിയർ ആയി. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അക്കൗണ്ടാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അക്കൗണ്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം ലൈബിലിറ്റി സൈഡ് നോക്കാം. 4,50,000 ആയിരുന്നു ഷെയർ ക്യാപിറ്റൽ. ഇപ്പോഴും 4,50,000 തന്നെയാണ് 2003 ആയിട്ട്. അപ്പോൾ മാറ്റമില്ല, ഇഷ്യൂ ഇല്ല, റിഡംഷനും ഇല്ല. അടുത്ത് എന്ന് പറയുന്നത് ജനറൽ റിസർവ് ആണ്. ജനറൽ റിസർവ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 3 lakh ആയിരുന്നു, 3,10,000 ആയിട്ടുണ്ട്. അപ്പോൾ 10,000 എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വന്നിട്ട് 68,000 ആയിരുന്നു, ഇപ്പോൾ എത്രയായി? 56,000 ആയിരുന്നു, ഇപ്പോൾ 68,000. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറഞ്ഞിട്ട് 68,000 മൈനസ് ഈ പറഞ്ഞ പോലെ 56,000. 68,000 നിന്ന് 56,000 കുറയ്ക്കുമ്പോൾ ബാക്കി എത്ര കിട്ടും? 12,000 ആണ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 12,000 രൂപ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഔട്ടർ കോളത്തിൽ കാണിക്കണം. അടുത്ത് ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ആഡ് ചെയ്യണം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇവിടെ നമുക്കറിയാം ഡിപ്രിസിയേഷൻ കണ്ടുപിടിച്ച് ഡിപ്രിസിയേഷൻ ചെയ്തു. ആഡ് ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ 70,000 ആഡ് ചെയ്യും.
70,000 ആഡ് ചെയ്യും. അടുത്ത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അത് നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. ലെസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2,000 നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. അടുത്ത് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ലെസ് എന്താണ്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 500 ആണ്. ആ 500 നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. അടുത്ത് ഇനി പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ്. പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ 9,000 നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റിൽ ഏറ്റവും ലാസ്റ്റ് തന്നിട്ടുണ്ട് ഡിവിഡൻഡ് പെയ്ഡ്. ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിൽ ഏറ്റവും ലാസ്റ്റ് 40,000 തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ലാസ്റ്റ് നാലാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ 40,000. അതും എന്ത് ചെയ്യും? ആഡ് ചെയ്യണം. ഡിവിഡൻഡ് പെയ്ഡ് 40,000 ആഡ് ചെയ്യണം. അടുത്ത് ട്രാൻസ്ഫർ ടു റിസർവ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓപ്പണിങ്ങിലുള്ള ഈ പറഞ്ഞ റിസർവ് എന്ന് പറയുന്നത് 3 lakh ആയിരുന്നു. ക്ലോസിംഗ് റിസർവ് 3,10,000 ആയിരുന്നു. അപ്പം ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറഞ്ഞാൽ ആ 10,000 ഡിഫറൻസ് വന്ന 10,000 ആഡ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ നോൺ ഓപ്പറേറ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. നോൺ ഓപ്പറേറ്റ് ഇൻകം എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ 12,000 നിന്ന് ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഈ പറഞ്ഞ ഇൻകം എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു എമൗണ്ട് കിട്ടും. കൂട്ടാൻ നേരത്ത് 1,42,000 കിട്ടും. അതിൽ നിന്ന് ഈ 2,500 ലെസ് ചെയ്യാനുള്ള എമൗണ്ട് കുറയ്ക്കുമ്പോൾ 1,38,500 എന്ന് കിട്ടും. 1,38,500. ഈ 1,38,500 നമ്മൾ എന്ത് ചെയ്യും? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞ സോഴ്സിൽ കാണിക്കും. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് സോഴ്സിൽ കാണിക്കണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 1,38,500 കാണിക്കണം. പിന്നെ ഇനി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാം. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അത് ഇവിടെ വരും, ആപ്ലിക്കേഷൻ വരും. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2,97,000 ആപ്ലിക്കേഷനകത്ത് വരും. അതുപോലെ എന്നിട്ട് ഇനി അടുത്ത് ബാക്കി അഡ്ജസ്റ്റ്മെന്റ് നോക്കാൻ നേരത്ത് ഈ ഡിവിഡൻഡ് പെയ്ഡ് എന്നുള്ള ആപ്ലിക്കേഷനാണ് അഡ്ജസ്റ്റ്മെന്റിന് തന്നിരിക്കുന്നത്. അത് രണ്ടിടത്ത് കാണിക്കും. ഒന്ന് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്ത്, രണ്ടെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനിൽ കാണിക്കണം 40,000. ഓക്കെ. അടുത്ത് ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷനാണ്. ടാക്സ് പെയ്ഡ് എന്നുള്ള എമൗണ്ട് 74,000. അതും ഈ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷനിൽ കാണിക്കണം. അത് ഇനി നമുക്ക് എടുക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സോഴ്സാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സോഴ്സിൽ കാണിക്കണം. എമൗണ്ട് വന്നിട്ട് 8,500. അടുത്ത് പർച്ചേസ്, ബാലൻസ് ഫിഗറായിട്ട് കിട്ടിയ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 18,000. അത് ആപ്ലിക്കേഷനിൽ കാണിക്കണം. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ട് 18,000. അടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മെഷീനറിയാണ്. മെഷീനറി എന്ന് പറഞ്ഞാൽ സെയിലാണ് തന്നിട്ടുള്ളത്. സെയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കാണിക്കും അല്ലേ? സെയിൽ ഓഫ് മെഷീനറി വന്നിട്ട് ഈ പറഞ്ഞതുപോലെ 12,000 ഉണ്ട്. 12,000 നമ്മളിവിടെ കാണിക്കും, സോഴ്സിൽ കാണിക്കും. സെയിൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സോഴ്സാണ്. സോഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ആപ്ലിക്കേഷനിൽ കാണിക്കും. ഇനി നമ്മൾ ലയബിലിറ്റി സൈഡിൽ ഏറ്റവും ലാസ്റ്റ് മോർഗേജ് ലോൺ. ആദ്യം 0 ആയിരുന്നു, ഇപ്പം ഈ പറഞ്ഞ 2,70,000 ഉണ്ട്. ഇപ്പോൾ 2,70,000 എന്ന് പറയുമ്പോൾ നമ്മൾ ലോൺ എടുത്തു എന്നാണ്. അപ്പോൾ ലോൺ റൈസ്ഡ് അല്ലെങ്കിൽ ലോൺ ടേക്കൺ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് 2,70,000 നമ്മളിവിടെ കാണിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും ക്ലിയർ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാൻ നേരത്ത് 4,29,000 രണ്ട് സൈഡിൽ കിട്ടും. 4,29,000. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലം. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത്തിരി വലിയ ക്വസ്റ്റ്യാണ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യാണ്. അപ്പോൾ ആദ്യം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാണണം. പിന്നെ അക്കൗണ്ട് വരയ്ക്കുക, മെഷീനറി അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പിന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വരച്ച് നമ്മൾ അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. പിന്നെ ഫണ്ട് ഫോർ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും ലാസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് അത് ടാലി ചെയ്ത്. ഓക്കെ. ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇല്ലസ്ട്രേഷൻ 5 ആണ്. From the following balance sheet of Nagarjuna Limited on 31st December 2002 and 2003, you are required to prepare statement of changes in working capital and also fund flow statement. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റിനകത്ത് നിന്ന് കറണ്ട് അസറ്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇത്രയാണെന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്.
അടുത്ത ലൈബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഇത്രയാണെന്നുള്ളത് കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് അറിയാം, കൂടിയ ഇൻക്രീസ് ചെയ്ത് കറണ്ട് അസറ്റ് കൂടിയ ഇൻക്രീസ് ചെയ്ത് കുറഞ്ഞ ഡിക്രീസ് ചെയ്ത്. അടുത്ത് കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ കൂടിയ നമ്മളിവിടെ ഡിക്രീസ് ചെയ്തും കുറഞ്ഞ് ഇൻക്രീസ് ചെയ്തും. നമ്മളവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇത് വെച്ച് നോക്കുന്നത് ജസ്റ്റ് റിവേഴ്സ് ആണ് ഇവിടെ. കാരണം ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ നോക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ കൂട്ടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് അല്ലേ, ഈ പറയുന്ന കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി വർക്കിംഗ് ക്യാപിറ്റൽ ഇട്ട് ആ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയുക, നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 7,000 ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ട് വരയ്ക്കണം നോക്കാൻ നേരത്ത് അതിനകത്ത് ആദ്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്ലാന്റും ബിൽഡിങ്ങും ഉണ്ട്. പ്ലാന്റും ബിൽഡിങ്ങിനും ഡിപ്രിസിയേഷനും ഉണ്ട്. അപ്പം പ്ലാന്റ് അക്കൗണ്ട് വരയ്ക്കണം. അടുത്ത് ഈ പറഞ്ഞ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട്, ഈ പറഞ്ഞ ടാക്സ് മെയ്ഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പെയ്ഡ് കണ്ടുപിടിക്കണം. അടുത്തെന്ന് പറഞ്ഞാൽ ഇൻ്ററിൻ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, മെയ്ഡ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡും മെയ്ഡും എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ഒന്നാണ്. അപ്പോൾ നമ്മളത് ഡയറക്റ്റായിട്ട് നമ്മൾ കഴിഞ്ഞ് പോകുന്നത് ഡിവിഡൻഡ് പെയ്ഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ് അക്കൗണ്ട് എന്നുള്ളൊരു അക്കൗണ്ട് കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രിപ്പയർ ചെയ്യേണ്ടി വരും. കാരണം അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ മെയ്ഡും പെയ്ഡും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ വരയ്ക്കേണ്ട അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലാന്റ് അക്കൗണ്ടാണ്, രണ്ട് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ടാണ്, അടുത്തെന്ന് പറയുന്നത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടാണ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടാണ്. അപ്പം അറിയാം, നിങ്ങൾക്ക് ചെയ്യേണ്ട രീതിയെല്ലാം അറിയാം. അപ്പോൾ ആദ്യം പ്ലാന്റ് അക്കൗണ്ട്. പ്ലാന്റ് അക്കൗണ്ട് നോക്കാൻ നേരത്ത് ഓപ്പണിങ്ങിലുള്ള പ്ലാന്റിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 37,000. പ്ലാന്റ് എന്നുള്ള അസറ്റാണ്, അസറ്റ് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ടു ബാലൻസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്ങിലുള്ള പ്ലാന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 37,000 ആണ്. 37,000. ക്ലോസിങ്ങിലുള്ള പ്ലാന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ക്ലോസിങ്ങിലുള്ള പ്ലാന്റിൻ്റെ വാല്യൂ വന്നിട്ട് 56,000 ആണ് വന്നിട്ടുള്ളത്. അടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ത് തന്നിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് വന്നിട്ട് 4,000 ഉണ്ട്. അപ്പോൾ 4,000 നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ 56ഉം 4 കൂടെ കൂടുമ്പോൾ 60,000 കിട്ടും. 60,000 നിന്ന് 37,000 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര വരും, 23,000 വരും. 23,000 എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എന്താ പറയും, ടു ക്യാഷ് സെയിൽ എന്ന് പറയും. അടുത്ത് പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റിക്ക് ഏത് ബാലൻസ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ബൈ ബാലൻസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഓപ്പണിങ്ങിലുള്ള പ്രൊവിഷൻ ഫോർ ടാക്സിന് എമൗണ്ട് വന്നിട്ട് 16,000, ക്ലോസിങ്ങിലുള്ള എമൗണ്ട് വന്നിട്ട് 18,000. അപ്പോൾ ക്ലോസിങ് നമ്മൾ ടു ബാലൻസ് ക്യാരിഡ് എന്ന് പറയുകയാണ്. അപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുണ്ട്, ക്ലോസിംഗ് ആയിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് വന്നിട്ട് 19,000 തന്നിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ പി ആൻഡ് എൽ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് ടാക്സ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 19,000 നമ്മൾ കാണിക്കും. അപ്പോൾ 16,000 19,000 കൂട്ടുമ്പോൾ 35,000 നിന്ന് 18,000 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര വരും, 17,000 എന്ന് പറഞ്ഞിട്ട്. ഈ 17,000 നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് ബ്രാക്കറ്റിനകത്ത് ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെയാണ്. അടുത്ത പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. എന്ന് പറയുമ്പോൾ അതിനും ഏത് ബാലൻസ് ആണ്, ലൈബിലിറ്റി ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ഉള്ളത് നമ്മൾ എന്ത് പറയുന്നത്, ബൈ ബാലൻസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്ങിലുള്ള പ്രൊവിഷൻ ഫോർ അത് ഈ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5,000 ആണ്. ക്ലോസിംഗ് വന്നിട്ട് ടു ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗുള്ള എമൗണ്ട് വന്നിട്ട് 3,000. അപ്പോൾ ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, ക്ലോസിംഗും തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് നമ്മൾ എന്തായിട്ട് എടുക്കും, ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് എടുക്കും. ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് തന്നെ എന്തായിട്ട് എടുക്കും, പെയ്ഡ് ആയിട്ട് എടുക്കും. പെയ്ഡ് വന്നിട്ട് 5,000. ക്ലോസിംഗ് എന്തായിട്ട് എടുക്കും, മെയ്ഡ് ആയിട്ട് എടുക്കും. ബൈ പി ആൻഡ് എൽ എന്താണ് ഈ പറഞ്ഞ ഡിവിഡൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ 3,000. അപ്പോൾ 5,000 3,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 8,000 കിട്ടും. ഇവിടെ 5,000 3,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ 8,000 കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്. അപ്പം ഇവിടെ പ്രൊപ്പോസ് സ്റ്റുഡൻറ്റിൻ്റെ കേസ് മെയ്ഡും പെയ്ഡ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഓപ്പണിംഗ് ഉള്ളത് മെയ്ഡായിട്ട് എടുക്കും, ഓപ്പണിംഗ് ഉള്ള പെയ്ഡ് ആയിട്ട് എടുക്കും, ക്ലോസിംഗ് ഉള്ള എന്തായിട്ട് എടുക്കും, മെയ്ഡ് ആയിട്ട് എടുക്കും. അവിടെ അത് നോക്കിക്കോളും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാൻ നേരത്തെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാൻ നേരത്തെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ
നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ അല്ലേ. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ക്ലോസിങ്ങിനുള്ള പി ആൻഡ് എൽ മൈനസ് ഓപ്പണിങ്ങിനുള്ള പി ആൻഡ് എൽ. ക്ലോസിങ്ങിനുള്ള പി ആൻഡ് എൽ വന്നിട്ട് എത്രയുണ്ട്? ഈ പറഞ്ഞ പോലെ 13,000 ആണ്. ഓപ്പണിങ്ങിനുള്ളതെന്ന് പറഞ്ഞാൽ 16,000 ആണ്. അപ്പോൾ 13,000 മൈനസ് 16,000 ചെയ്യുന്നതിനകത്ത് മൈനസ് 3,000 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ നെറ്റ് ലോസ് ആണ്, നെറ്റ് പ്രോഫിറ്റ് അല്ല, അവിടെ നെറ്റ് ലോസ് ആണ് 3,000 ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അടുത്ത് ഇതിനോട് ആഡ് ചെയ്യേണ്ടത് നമുക്കറിയാം, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യും, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ലെസ് ചെയ്യും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് പ്ലാന്റും ഉണ്ട് ബിൽഡിംഗും ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റിനകത്ത് ഡിപ്രിസിയേഷൻ എന്താണ്? പ്ലാന്റും ഉണ്ട്, പിന്നെ എന്തുണ്ട്? ബിൽഡിംഗും ഉണ്ട്. അപ്പോൾ രണ്ടും 4,000 4,000 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8,000 കിട്ടും. അപ്പോൾ ഡിപ്രിസിയേഷൻ വന്നിട്ട് 8,000 കിട്ടും. അടുത്ത് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യം, പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ്. പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ്, ടാക്സ് മെയ്ഡ് വന്നിട്ട് എത്രയുണ്ട്? 19,000 ഉണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് 19,000 ഉണ്ട്. അതുപോലെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് മെയ്ഡ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് മെയ്ഡ് വന്നിട്ട് എത്രയുണ്ട്? 3,000 ആണ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് മെയ്ഡ് വന്നിട്ട് എത്രയുണ്ട്? 3,000 ഉണ്ട്. അപ്പോൾ അതും അതിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കണം. ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റും ഫിക്റ്റീഷ്യസ് അസറ്റും ഉണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് എന്തുണ്ട്? ഗുഡ്വിൽ ഉണ്ട്. ഗുഡ്വിൽ 12,000 ആയിരുന്നു, ഇപ്പോൾ 10,000. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പറഞ്ഞൊരു 2,000 ഗുഡ്വിൽ അമോർട്ടൈസ് ചെയ്ത് കളഞ്ഞു എന്നാണ്. അപ്പോൾ അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ്വിൽ, അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ്വിൽ, അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ 2,000 നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. 2,000 കാണിക്കണം, ആ ഡിഫറൻസ്. അതേ സെയിം ട്രീറ്റ്മെൻ്റ് ആണ് പ്രിലിമിനറി എക്സ്പെൻസ്. 5,000 ആയിരുന്നു 3,000. അപ്പം ഈ പറഞ്ഞ പോലെ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് അത് 5,000 ആയിരുന്നു 3,000. അപ്പോൾ 2,000 അതും എന്ത് ചെയ്തിട്ടുണ്ട്? റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജനറൽ റിസർവ്. ജനറൽ റിസർവ് ഓപ്പണിംഗ് എത്രയുണ്ട്? 14,000 ഉണ്ട്. ക്ലോസിംഗ് വന്നിട്ട് 18,000. അപ്പോൾ എത്ര ട്രാൻസ്ഫർ ചെയ്തു? 4,000 ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് വന്നിട്ട് ഈ പറഞ്ഞ 4,000 ഉണ്ട്. 4,000 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയതുകൊണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇതിനകത്തുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇൻ്ററിൻ ഡിവിഡൻറ്റ്, ഏറ്റവും ലാസ്റ്റ് പറയുന്നത് ഇൻ്ററിൻ ഡിവിഡൻറ്റ് പെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇൻ്ററിൻ ഡിവിഡൻറ്റ് മെയ്ഡും അത് തന്നെയാണ്. അപ്പോൾ ഇൻ്ററിൻ ഡിവിഡൻറ്റ് മെയ്ഡും പെയ്ഡും നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യണം. ഈ മെയ്ഡ് വന്നിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, പെയ്ഡ് വന്നിട്ട് ഫണ്ട് ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ആപ്ലിക്കേഷൻ സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇൻ്ററിൻ ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ 8,000 ഉണ്ട്. 8,000 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം ഈ പറഞ്ഞ പോലെ നെറ്റ് ലോസ് നമ്മൾ എന്ത് ചെയ്യും? ബാക്കി തന്നെ ആഡ് ചെയ്യാനുള്ളതാണ്. അതിൽ നിന്ന് നെറ്റ് ലോസ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 43,000 എന്ന് കിട്ടും. എല്ലാം കൂടെ 43,000 ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ആ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മൾ എവിടെ കാണിക്കും? സോഴ്സിൽ കാണിക്കും. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ സോഴ്സിൽ ഞാൻ പറഞ്ഞ 43,000 കാണിക്കും. അടുത്ത് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അറിയാവുന്ന കാര്യങ്ങൾ അത്രയും ഫില്ല് ചെയ്യാം. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 7,000. അത് ഇവിടെ ആപ്ലിക്കേഷനിൽ കാണിക്കും. അടുത്ത് എന്ന് പറയുന്നത് ഓരോന്നായിട്ട് നോക്കാം, അക്കൗണ്ടായിട്ട് നോക്കാം. പ്ലാന്റ് അക്കൗണ്ട് അല്ല, പ്ലാന്റ് അക്കൗണ്ടിൽ സെയിലുണ്ട്. സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സോഴ്സാണ്. സെയിൽ ഓഫ് പ്ലാന്റ്, സെയിൽ ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് 23,000 ആണ്. അതിവിടെ സോഴ്സിൽ കാണിക്കും. അടുത്തെന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സ് പെയ്ഡ്. അപ്പോൾ ടാക്സ് പെയ്ഡ് നമുക്കറിയാം ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ 17,000 ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കണം. അടുത്ത് പറയണമെന്ന് വെച്ചാൽ പ്രൊപ്പോസ് സ്റ്റുഡൻ്റ് ആണ്. പ്രൊപ്പോസ് സ്റ്റുഡൻറ്റ് പെയ്ഡ്, പ്രൊപ്പോസ് സ്റ്റുഡൻറ്റ് പെയ്ഡ് വന്നിട്ട് ആപ്ലിക്കേഷൻ ആണ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ് വന്നിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. പ്രൊപ്പോസ് സ്റ്റുഡൻറ്റ് പെയ്ഡ് വന്നിട്ട് 5,000 ഉണ്ട്. 5,000 നമ്മളിവിടെ കാണിക്കണം. അടുത്ത് അപ്പോൾ ആ പറഞ്ഞ അക്കൗണ്ട് എത്ര ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റ് എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളതെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ബിൽഡിംഗ് 40,000 ആയിരുന്നു, 36,000. അത് 4,000 ഡിപ്രിസിയേഷൻ നമ്മൾ ഇവിടെ എടുത്തായിരുന്നു. 2 ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യാൻ നേരത്തെ എടുത്തായിരുന്നു. അടുത്ത പ്ലാന്റ് നമ്മൾ സെയിൽ എടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് 10,000 ആയിരുന്നു, 13,000. അപ്പോൾ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 3,000 എന്താണ്? പർച്ചേസ് കൂടിയെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 3,000 നമ്മളിവിടെ കാണിക്കും. ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കും. അടുത്ത ഷെയർ ക്യാപിറ്റൽ നോക്കാം. ഷെയർ ക്യാപിറ്റൽ 1 lakh ആയിരുന്നു, 1,20,000. അപ്പോൾ
കൂടിയ എൻ്റെ മീനിങ് വെച്ചാൽ എന്താണ്? ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നാണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സോഴ്സ് ആണ്. നമുക്ക് ഇൻഫ്ലോ ആണ് സോഴ്സ് കാണിക്കുക 20,000. അടുത്ത ഉള്ള ഐറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. അപ്പം ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ പോലെ ഡെബിറ്റ് സൈഡാണ്. സോറി, പ്ലാന്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നത്? പർച്ചേസ് ആണെന്നാണ് പറയുന്നത്. അതായത് മിസ്റ്റേക്ക് പറ്റി, പർച്ചേസ് ആണ്. പർച്ചേസ് 23,000 പർച്ചേസ് ഓഫ് പ്ലാന്റ് ആണ്, എന്തല്ല സോഴ്സ് അല്ല. അപ്പോൾ പർച്ചേസ് ഓഫ് പ്ലാന്റ് എന്നുള്ളത് എവിടെ കാണിക്കും? ഈ പറഞ്ഞ ആപ്ലിക്കേഷനാണ് കാണിക്കുന്നത്. പർച്ചേസ് ഓഫ് പ്ലാന്റ് വന്നിട്ട് ആപ്ലിക്കേഷനിൽ 23,000 എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം അതൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ടോട്ടൽ ചെയ്യാൻ നേരത്ത് 43 20 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 63,000. അടുത്ത് 7 24 29 3 32. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇന്റർൻ ഡിവിഡൻഡ് അഡ്ജസ്റ്റ്മെന്റ്. ഇന്റർൻ ഡിവിഡൻഡ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആയതുകൊണ്ട് രണ്ടിടത്തിരുന്നു. ഒന്ന് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണിക്കും, ഒന്ന് ആപ്ലിക്കേഷൻ കാണിക്കും. അപ്പോൾ ഇന്റർൻ ഡിവിഡൻഡ് പെയ്ഡ്, ഇന്റർൻ ഡിവിഡൻഡ് പെയ്ഡ് വന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 8,000 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ 7ഉം 17 കൂടെ ഈ പറഞ്ഞ 24 5 29 32ഉം 23 കൂടുമ്പോൾ 55 8,000 കൂടുമ്പോൾ 63,000. അപ്പോൾ ടാലി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം അത് അറിയാമല്ലോ, പഴയ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസും വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ് ഞാൻ ലൈൻ ബേസ് ചെയ്യുക, നെറ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആണ് കണ്ടുപിടിക്കുക. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ച് ഏതൊക്കെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? പ്ലാന്റ് അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട്, പ്രൊപ്പോസ് സ്റ്റുഡൻറ്റ് അക്കൗണ്ട്. ഇവിടെ ബിൽഡിംഗ് അക്കൗണ്ട് വരയ്ക്കായിരുന്നു. പിന്നെ അതിനകത്ത് വേറെ പർച്ചേസോ സെയിലോ ഒന്നും പറഞ്ഞില്ല. കുറഞ്ഞ എമൗണ്ട് 4,000 ഡിപ്രിസിയേഷൻ, അതുകൊണ്ടാണ് നമ്മൾ ബിൽഡിംഗ് അക്കൗണ്ട് വരയ്ക്കാത്തത്. പിന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സോഴ്സേക്ക് കാണിക്കണം. പിന്നെ ഈ പറഞ്ഞ വിടെ ഇഷ്യൂ ഷെയർ മാത്രമേ ഈ ക്വസ്റ്റിനകത്ത് എന്തായിട്ടുള്ളൂ? സോഴ്സ് ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ 2 ക്യാഷ് എന്ന് പറയുന്നത് ഇവിടെ ഡെബിറ്റ് സൈഡ് വന്ന പർച്ചേസാണ്. അപ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ അത് വരേണ്ടത് എവിടെയാണ്? ആപ്ലിക്കേഷനിലാണ് വരുന്നത്. അപ്പം പർച്ചേസ് ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ 23,000 കാണിക്കണം. ബാക്കി ഈ പറഞ്ഞ നെറ്റ് ഇൻക്രീസ് ആയതിൻ്റെ ആപ്ലിക്കേഷൻ വരും. ടാക്സ് പെയ്ഡ് ഇവിടെ വരും. മെയ്ഡ് നമ്മൾ ഈ പറഞ്ഞ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എടുക്കും. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും പ്ലാന്റും എന്താണ്? ആപ്ലിക്കേഷനാണ്. അപ്പം 63,000 കിട്ടും. ഓക്കെ, ക്ലിയർ ആണ്.